കൂട്ടുകാരെ നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു മാറ്റം വേണം, ഉയർച്ച വേണം, ആരോഗ്യം വേണം, സന്തോഷം വേണം, സമാധാനം വേണം, സ്നേഹം വേണം, സമ്പത്ത് വേണം, ബന്ധങ്ങൾ ദൃഢമായിരിക്കണം. ഇതൊന്നും ആഗ്രഹിക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഈ ഭൂമിയിലുണ്ടാവില്ല. ഇതൊക്കെ നേടാൻ, ജീവിതത്തിൽ മാന്ത്രികത നിറയ്ക്കാൻ നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ് ഇനി വരുന്ന 28 ദിവസങ്ങളിലായിട്ട്. ഒരൊറ്റ എപ്പിസോഡ് പോലും മിസ് ചെയ്യാതെ എല്ലാവരും ഫോളോ ചെയ്യുക. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ റോണ്ട ബെന്നിൻ്റെ സീക്രറ്റ് എന്ന ബുക്ക് ഫോളോ ചെയ്തിരുന്നു. ഒത്തിരി പേരാണ് അതിന് നല്ല രീതിയിലുള്ള റിപ്ലൈ തന്നത്. അത് ഫോളോ ചെയ്ത് ജീവിതത്തിൽ സമാധാനവും ശാന്തിയൊക്കെ കൈവരിച്ചവരല്ലേ, ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് നല്ല ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എത്രയോ പേര് എന്നെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ റോണ്ട ബെന്നിൻ്റെ തന്നെ മാന്ത്രികം എന്ന ബുക്കാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ആരായിരുന്നാലും, ഏതവസ്ഥയിലായിരുന്നാലും ഇതൊരു വിഷയമല്ല. നിങ്ങൾ ഈ പ്രപഞ്ച നിയമത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരൊറ്റ വാക്കുകൊണ്ട്, കൃതജ്ഞത എന്ന, നന്ദി എന്ന ആ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. ഉള്ളവന് കൂടുതൽ കൊടുക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുത്തു കളയുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വാചകം. അതെന്താ അത് മറ്റൊന്നുമല്ല, നന്ദിയുള്ളവന് കൂടുതൽ കൊടുക്കും, നന്ദിയില്ലാത്തവനും ഉള്ളത് കൂടി എടുക്കപ്പെടും. അപ്പം നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ ആരോഗ്യത്തോട്, നമ്മുടെ ശരീരത്തിനോട്, നമ്മുടെ ബന്ധങ്ങളോട്, ഇതുവരെ കിട്ടിയ നമ്മുടെ അനുഗ്രഹങ്ങളോട് നമ്മൾ ഓർക്കാത്തൊരു തലാണത്. നമ്മൾ ജനിച്ച ഇതുവരേക്ക് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ ഇല്ലായ്മയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇനി വരുന്ന 28 ദിവസവും എന്താണ് ഫോളോ ചെയ്യേണ്ടത്, എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ ബുക്കിലൂടെ പഠിക്കാം. ഞാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതുപോലെ ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങണ്ട, കാരണം ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു ബുക്ക് വാങ്ങിക്കുക, എന്നിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് എഴുതി തുടങ്ങാൻ പറ്റുമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് നാളെ മോർണിംഗ് തൊട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് 28 ദിവസം. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് നല്ല മാറ്റം ഉണ്ടാവും. ഞാനിത് ഫോളോ ചെയ്യുന്ന ആളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന അറിവാണ് മാന്ത്രികം. ഈ മാജിക്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഇത് ഫോളോ ചെയ്യുക. ആദ്യം തന്നെ വേണ്ടത് എന്താണെന്നറിയോ? എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് നമ്മുടെ സ്വപ്നം, അത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനൊരു വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നിട്ട് ഒരു പേനയും പേപ്പറും എടുക്കുക. ആദ്യം തന്നെ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നിലവിലെ അവസ്ഥ ഇപ്പം എന്താണ്. എന്നെപ്പോലെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, ഫോളോ അപ്പ് ചെയ്യുന്നവരാണെങ്കിൽ, രോഗബാധിതരാണെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നമ്മുടെ ആരോഗ്യവും ശരീരവും ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കാനാണ്, അല്ലേ? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് ആദ്യം തന്നെ ആരോഗ്യം എന്ന് മുകളിൽ എഴുതുക. ആരോഗ്യവും ശരീരവും എന്ന ഹെഡിങ് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് എഴുതേണ്ടത് എന്തായിരിക്കണം നിങ്ങളെ ആരോഗ്യം, എത്ര കിലോ തൂക്കം നിങ്ങൾക്കുണ്ടായിരിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ളൊരു ശരീരമാണ്, ഇതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ എഴുതുക. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നിങ്ങൾ നന്ദി പറയുക. ദൈവമേ, ഈ അസുഖം വന്നിട്ടും ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതിനൊക്കെ ആരോഗ്യവും ശരീരവും എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ആദ്യം നിങ്ങൾ അതിനുള്ള കൃതജ്ഞത അത് രേഖപ്പെടുത്തുക. ഇതുവരേക്കും, കുട്ടിക്കാലം തൊട്ട് ഇന്ന് വരേക്കും നമ്മൾ ഓടിച്ചാടി നടന്നതും ഇപ്പോൾ അസുഖം വന്നിട്ട് നമ്മൾ വയ്യാതിരിക്കുന്നതും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുക. ഇത് എഴുതിയിട്ട് നിങ്ങൾ 3 പ്രാവശ്യം അതിനിടയിൽ നന്ദി 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 എന്ന് എഴുതുക. രണ്ടാമത് എന്താണോ വേണ്ടത്, നമുക്ക് കരിയർ വേണം, നമുക്ക് ജോലി വേണം, അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് താഴെ ഹെഡിങ് കൊടുത്തിട്ട് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, ഇനി ഭാവിയിൽ നമ്മൾ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്, അത് എഴുതുക. പിന്നെ നമുക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പണം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും സോൾവ് ആവും. ഒരു കുടുംബത്തിൽ ശാന്തിയും സമാധാനവും പരസ്പര സ്നേഹവും ഒക്കെ പങ്കുവെക്കാനൊക്കെ മറന്നു പോകുന്നത് എന്താ? നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഏതിലൂടെയാണ് നിങ്ങൾക്ക് വരുമാനം വരേണ്ടത്, അല്ലെ ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ച പണത്തിന് നമ്മൾ അങ്ങോട്ട് പോകണം. എങ്ങോട്ട്? നമ്മുടെ കുട്ടിക്കാലത്തേക്ക്. നമ്മൾ നല്ല വില കൂടിയ ഷൂ ഇട്ടിട്ടുണ്ടാവും,
നമ്മൾ നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ ഇപ്പം നമുക്ക് ആരുടെയൊക്കെയോ കൈകളിലൂടെയാണെങ്കിൽ പോലും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടാവും. ആ പണത്തിനൊക്കെ നന്ദി പറയുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം വരാനുള്ള ഒരു മാർഗത്തിനായിട്ട് നന്ദി പറയുക. അത് എഴുതുക, പണത്തിന് നന്ദി എഴുതുക. പിന്നെ നമുക്ക് എന്താണ് ബന്ധങ്ങൾ അല്ലേ? എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും നമ്മളെ കുടുംബത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഇത് ഹാപ്പി ആയിട്ടല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവുമായി, അച്ഛനും മക്കളുമായി, സഹോദരങ്ങളായി, നല്ല സുഹൃത്തുക്കളായി നമുക്ക് വേണ്ടത് ഫീൽ ചെയ്യുന്ന സ്നേഹമാണ്, പ്രണയമാണ്, ഇഷ്ടമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബന്ധങ്ങളാണ് അല്ലേ? അപ്പോൾ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടാവും. അതിന് എൻ്റെ ബന്ധം ദൃഢമാവുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ ബന്ധം സന്തോഷകരമാവുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തൊട്ട് നന്ദി അർപ്പിച്ചിട്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ബന്ധത്തിൽ നിന്ന് എഴുതിയിട്ട് അതിന് താഴെ നന്ദി 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 എന്ന് രേഖപ്പെടുത്തുക. മറക്കരുത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ കുടുംബമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റെന്തുള്ളൂ അത് മുറുകെ പിടിക്കുക. പിന്നെ വ്യക്തിപരമായിട്ട് ആഗ്രഹങ്ങളില്ലാത്തവരാരും ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടാവും. അതും ഒരു ഹെഡിങ് കൊടുത്തിട്ട് താഴെ എഴുതുക. 10 ആഗ്രഹങ്ങൾ, 10-15 ആഗ്രഹങ്ങളൊക്കെ ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നും നോട്ട് ചെയ്ത് പോവുകയാണ്. ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് നിങ്ങളെയും ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പണം, ബന്ധം എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തോ. എന്നിട്ട് നാളെ രാവിലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ 10 അനുഗ്രഹങ്ങൾ എഴുതുക. നിങ്ങൾ വിചാരിക്കില്ലേ ഞാനൊരു ഭാഗ്യമില്ലാത്തവളാണ്, അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷമില്ല, എനിക്കിതുവരെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ല. നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നില്ലേ, നമ്മൾ ശ്വസിക്കുന്നില്ലേ, നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുന്നില്ലേ, നമ്മൾ നല്ല വീട്ടിൽ കിടന്നുറങ്ങുന്നില്ലേ, നമുക്ക് കിടക്കാൻ നല്ല മെത്തയില്ലേ, എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാനുണ്ടാവും. 10 എണ്ണം, നമുക്കൊരു 500 എണ്ണം എഴുതാനുണ്ടാവും. നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ 10 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഇത് ഡെയിലി നിങ്ങൾ ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും 10 അനുഗ്രഹങ്ങൾ എഴുതുക. ഇന്നത്തെ 1ാമത്തെ ദിവസമാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സത്യമായും ഞാൻ അനുഗ്രഹീതയാണ്. എന്തിന് എന്നുള്ളത് അവിടെ എഴുതുക. അതിൻ്റെ കാരണം എഴുതുക. അതിൻ്റെ നേരെ താഴെ 3 പ്രാവശ്യം നന്ദി 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 എഴുതുക. സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് 1ാമത്തെ ദിവസമാണ്. 1ാമത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഇത് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു വ്യക്തി നിങ്ങളോട് ഏറ്റവും അടുത്തിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും കുറെ കൂടി മിങ്കിളായിട്ട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ പേരും പറഞ്ഞ് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ 1ാമത്തെ ദിവസം മെല്ലെ ഒരു ചുവട് വെച്ചിരിക്കുകയാണ്. അടുത്ത 2ാമത്തെ ചുവട് നമുക്ക് വെക്കണമെങ്കിൽ 2ാമത്തെ ദിവസത്തേക്കുള്ള വീഡിയോ കൂടി നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട, നാളെ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ നാളേക്ക് നിങ്ങൾ സംഘടിപ്പിച്ച് വെക്കേണ്ടത് ഒരു കുഞ്ഞു കല്ലാണ്, അതല്ലെങ്കിൽ ഒരു കുഞ്ഞു മുത്ത്. അതിനോടൊരു സൂത്രമുണ്ട്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഇരിക്കട്ടെ. എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. ആഗ്രഹിച്ചതൊക്കെ നേടാൻ പറ്റുന്നവരായിരിക്കട്ടെ. ആരോഗ്യത്തോടെ ഇരിക്കാൻ തന്നെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സമ്പത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആരോഗ്യത്തിൽ തുടങ്ങിയിട്ടാണ്, ഫസ്റ്റ് ഡേ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. നോട്ട്ബുക്ക് ഇന്ന് തന്നെ വാങ്ങുക. സന്തോഷം. താങ്ക് യു. ലവ് യു ആൾ.